ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ടോ വീഡിയോ ഇട്ടിട്ട്. ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. ഒന്നും വിചാരിക്കരുത് ഫ്രണ്ട്സ്. നമ്മൾ എന്താ പറയുക, വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ആദ്യം പറഞ്ഞാൽ ഈ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊക്കെ ഏതെങ്കിലും ഒരു നിമിഷം അവസാനിച്ചു പോകുന്ന സന്ദർഭങ്ങൾ വരാറുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സ് തകർന്ന് ഇനി എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യം എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയൊരു വ്യക്തിയാണ് ഞാൻ. കാരണം പ്രതീക്ഷിക്കാതെ ഇന്നലെ എനിക്ക് എൻ്റെ മനസ്സിനെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരു വാർത്ത എന്നെ തേടി വന്നു. ആ ഒരു വാർത്ത എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് ആരോട് ചെന്ന് പറയണമെന്നറിയില്ല, ആര് ഇതിനെനിക്ക് പരിഹാരം കണ്ടെത്തി തരുമെന്നറിയില്ല. സത്യം പറഞ്ഞാൽ അങ്ങ് തകർന്നു പോയി ഞാനങ്ങ്. അങ്ങനെ ആരോട് പറയും, ആരതെനിക്ക് പരിഹാരം കണ്ടെത്തി തരും? അങ്ങനെ ഞങ്ങളുടെ ഇവിടെ ഇടവക പള്ളിയുണ്ട് കേട്ടോ, ഹോളി ക്രോസ് ചർച്ച്. അവിടെ നമ്മുടെ കയ്യട്ടി ഈശോയുടെ കുരിശടിയുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ ഇത്രയും നാൾ ഒരു 32 വർഷത്തോളം ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഇത്രയും നാളും ഞാൻ പള്ളിയിൽ പോയിട്ട് ഇത്രയും വളരെ എന്താ പറയുക, ഹൃദയം നുറുങ്ങി കരഞ്ഞിട്ടില്ല. അത്രയും വിഷമത്തോടെ, അതായത് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ദൈവം തന്ന ആ ഒരു സാഹചര്യം നഷ്ടപ്പെടുന്ന ആ ഒരു അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ സ്ഥലകാല ബോധം പോലും നഷ്ടപ്പെട്ട് സംസാരിച്ചു പോകും. അങ്ങനെ ഞാൻ ചെന്ന് സംസാരിച്ചു, ടീച്ചറോട് സംസാരിച്ച് ഞാൻ ഇനി എന്താ ചെയ്യുക. പൊടി കുഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടം കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാതെ തച്ചുടയുമ്പോൾ, പൊട്ടിത്തകരുമ്പോൾ ആ കുഞ്ഞിനുണ്ടാകുന്ന അതേ വിഷമത്തോടെ ഞാൻ ചെന്നു. ഞാൻ എന്താ ചെയ്യുക? പക്ഷേ ആ കണ്ണുകളിൽ ഞാൻ നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലായി എന്നിൽ കുറേ പോരായ്മകളുണ്ടായിരുന്നു. ആ പോരായ്മകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ദൈവം ഒരു പക്ഷേ എനിക്ക് ഈ ഒരു അവസരം എൻ്റെ മുന്നിലേക്ക് തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു വന്നു. ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പോലും സാധിച്ചില്ല. അങ്ങനെ എങ്ങനെയോ ഞാൻ നേരം വെളുപ്പിച്ചു. 7 മണിയായപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് തിരക്കി ഞാൻ നടന്നു. എന്താ അത്ഭുതം എന്നല്ലാതെ ഇതിനെനിക്ക് വേറെ ഒന്നും എനിക്ക് പറയാനായിട്ടില്ല. ആ ഒരു പ്രശ്നത്തിന് അതേ സമയം, എനിക്ക് ഇന്നലെ വന്ന ഫോൺ കോൾ വന്ന അതേ സമയമായപ്പോഴത്തേക്കും അത്ഭുതകരമായിട്ട് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി. ഇതൊരു വീഡിയോ ആയിട്ട് മാത്രം ചെയ്യല്ല, ഇതെൻ്റെ ഒരു അനുഭവ സാക്ഷ്യമായിട്ട് കൂടെ ചെയ്യുകയാണ്. കാരണം നമ്മൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും വിഷമഘട്ടങ്ങൾ വന്നാലും നമ്മൾ മനുഷ്യരെ ആശ്രയിക്കാതെ പകരം ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. നമുക്ക് എന്തൊരു പ്രശ്നം വന്നാലും അതിൻ്റെ തൊട്ട് പിന്നിൽ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് വേണ്ടി എന്തോ ദൈവം കരുതി വെച്ചിട്ടുണ്ട് എന്ന് കരുതി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. മറ്റാരൊക്കെ കൈവിട്ടാലും ദൈവം കൈവിടില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുക. അതിനെന്നും ഞാനൊരു സാക്ഷ്യമായി തന്നെ ഈ വീഡിയോ നമ്മുടെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു ദിവസം നല്ലതാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളെക്കാളെ ഉപരി ദൈവത്തെ വിശ്വസിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.